ഗായ്സ് നമുക്കിപ്പോൾ ഒരു മീൻ അടിച്ചു കേട്ടോ. അടിച്ചത് പെൻഗിൻ്റെ നമ്മുടെ പെൻഗിൻ എന്ന് പറഞ്ഞൊരു ഫ്രോഗ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാണ്, ഭയങ്കര റിസൾട്ടാണ്. അപ്പം അടിച്ച വരാലതേ കാണിച്ചു തരാം. ചെറിയ വരാല, ഒത്തിരി വലുതല്ല, ചെറിയ വരാല. പക്ഷെ ഞാൻ അടിച്ച് എൻ്റെ വലയ്ക്കകത്ത് എടുത്ത് ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ശരീരത്ത് ഒരു മുറിവെന്ന് പറഞ്ഞാൽ പോരാ, ഒത്തിരി പഴകിയ മുറിവ് കണ്ടോ, ഒരു ഹോള് പോലെ വീണേക്കുക. അപ്പം ഞാൻ ഇതിനെ അങ്ങ് തിരിച്ചു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം അടിച്ചോട്ട് കയറിയതേ ഉള്ളൂ കേട്ടോ. അടിച്ച് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് മാലിലോട്ട് എടുത്തിട്ട് നോക്കിയപ്പോഴാണ് എന്താണ്ടേ ഈ മുറിവ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ കണ്ടോ, അതെ, ഒരു ചെറിയൊരു ഹോള് പോലെ. അപ്പോൾ ഇതിനെ നമുക്കങ്ങ് റിലീസ് ചെയ്തേക്കാം. ഇത് കൊണ്ടുപോയാലും ശരിയാകത്തില്ല. ഇത് നമ്മൾ ഇതിനെ നേരെ വെള്ളത്തിലോട്ടങ്ങ് വിടുക കേട്ടോ. കണ്ടുപോലുമില്ല എങ്ങോട്ട് പോയത്. ഗൈസ്, അപ്പം ഫസ്റ്റ് മീൻ അടിച്ചു കേട്ടോ. ഇന്നത്തെ ഫസ്റ്റ് മീനാണ്. പക്ഷേ നമ്മളതിനെ എടുത്താൽ ശരിയാകത്തില്ല. കാരണം ഒരു മനസ്സിനൊരു തൃപ്തി കാണത്തില്ല. കാരണം എന്തോ ഒരു അസുഖമാണോ, എന്തെങ്കിലും മറ്റ് മീനുകൾ ഉപദ്രവിച്ചതാണോ എന്ന് അറിയത്തില്ല. മറ്റ് മീനുകൾ ഉപദ്രവിക്കാനും മാത്രം ഈ തോടുകളിലെ ഏറ്റവും വലിയ പ്രിഡേറ്റർ ഇവന്മാരാണ്. അപ്പോൾ ഇവന്മാരെ ഉപദ്രവിക്കണമെങ്കിൽ ഇതിലും വലിയ മീനായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉപദ്രവിച്ചതാകാൻ വഴിയില്ല. എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എങ്ങനെയും മുറിവ് വന്നിട്ട് പഴകി വല്ലതും ആയതായിരിക്കും. അതുകൊണ്ട് ഞാൻ തിരിച്ച് നേരെ വെള്ളത്തിൽ വിട്ടു കേട്ടോ. അപ്പോൾ കാസ്റ്റിംഗ് തുടരുവാണ്. ഇപ്പോൾ നമുക്ക് അടിച്ച ഫ്രോഗ് എന്ന് പറയുന്നത് പെൻഗിൻ എന്ന് പറയുന്നൊരു ഫ്രോഗ് കേട്ടോ. പെൻഗിൻ ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പെൻഗിൻ്റെ കൂട്ടിരിക്കും കണ്ടോ. അടിപൊളി റിസൾട്ടാണ്. 2 സ്പിന്നറില്ല, ഒറ്റ സ്പിന്നറേ ഉള്ളൂ. ഒറ്റ സ്പിന്നർ ഉണ്ടെങ്കിലും ഭയങ്കര ആക്ഷനാണ് കേട്ടോ. ഭയങ്കര ആക്ഷനാണ് ഇതിന്. അടിപൊളി ആക്ഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ആക്ഷനാണ്. അപ്പം ഞാൻ ഒരു സ്പിന്നർ കൂടി ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ. അപ്പം കാസ്റ്റിംഗ് തുടരുകയാണ്. മീൻ അടിക്കുകയാണെങ്കിൽ കാണിക്കാം.